പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വേദയുടെയും വിക്രമിന്റെയും റൂം തൂക്കാനായിട്ട് നന്ദിനിയെ അമ്മ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ നന്ദിനി തൂക്കാനായിട്ട് വരുമ്പോൾ വേദ ചോദിക്കുക, അല്ല പ്രത്യേകിച്ച് എന്താ ഇങ്ങോട്ടൊരു വരവ്? അപ്പോൾ നന്ദിനി പറയാം, നീ ഇങ്ങനെ സോപ്പിട്ട് വെച്ചിരിക്കുന്ന നിന്റെ അമ്മയില്ലേ, അമ്മ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ ഇവിടെ തൂത്ത് വൃത്തിയാക്കാൻ. ഇവിടെ നീ തൂക്കാറൊന്നുമില്ലേ, ഇത്രയും പൊടി പിടിച്ചിടക്കുമല്ലേ? അപ്പോൾ വേദ പറയാം, അതെങ്ങനെയാ, 2 ദിവസം അവിടെ പൂട്ടിക്കിടന്നതല്ലേ, അതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാ ഇത്രയും പൊടി. നന്ദിനി പറയാം, ഇതൊക്കെ നിന്റെ ഒരു അടവല്ലേടി, എല്ലാവരെയും കൊണ്ട് ജോലി ചെയ്യിച്ച് ചുമ്മാതെ വീട്ടിൽ നിന്ന് കഴിക്കാനുള്ള നിന്റെ ഒരു അടവ്. അപ്പോൾ വേദം പറയാം, നന്ദിനി എടുത്തി എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായി? ഞാൻ നന്ദിനി എടുത്ത് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ചിലപ്പോൾ ശത്രുക്കളെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതും നല്ലതിന് തന്നെയാ. അപ്പോഴേ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നതും എവിടെയെങ്കിലും പോകണമെങ്കിൽ വിക്രം എന്നെ ഇങ്ങനെ തോളിൽ കയ്യിൽ താങ്ങിക്കൊണ്ട് പോകുന്നതും പിന്നെ തൂക്കാനായിട്ട് നന്ദിനി അടുത്ത് വരുന്നതും ആഹാരമെല്ലാം മുമ്പിലെത്തുന്നതും ഇതൊക്കെ ഒരു രസമല്ലേ? അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടവ് കാണിച്ച് ഇവിടെ തന്നെ ഇരിക്കുന്നത്. എന്നിട്ട് വേദ ചിരിക്കുന്നതാണ്. ഇപ്പോൾ നന്ദിനി പറയാം, നീ കൂടുതൽ ചിരിക്കേണ്ട. അപ്പോൾ വേദ പറയാം, ഞാൻ ഇന്നലത്തെ കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചു പോയതാ. വേദ പറയാം, ഇന്നലെ ഞാനും വിക്രവും കൂടി ഒളിച്ചു കളി നടത്തി. ഞാൻ എണ്ണുമ്പോൾ വിക്രം ഒളിക്കും, വിക്രം ഒളിക്കുമ്പോൾ ഞാൻ എണ്ണോ, അങ്ങനെ അടിപൊളിയായിരുന്നു. അപ്പോൾ നന്ദിനി പറയാം, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട കേട്ടല്ലോ, മിണ്ടാതിരിക്കുക അവിടെ. അപ്പം വേദ പറയാം, എനിക്ക് പിന്നെ മറ്റേത് പറയാം, ഞങ്ങൾ രണ്ടൊരു ആഹാരം ഉണ്ടാക്കിയ കഥ. നന്ദിനിയെ ദേഷ്യം കൊണ്ട് പറയാം, നിന്റെ ഒരു കഥ എനിക്ക് കേൾക്കണ്ട. അപ്പോൾ വേദ പറയാം, എനിക്ക് വേറെ വേറെ കഥ പറയട്ടെ. നന്ദിനി ദേഷ്യത്തെ പറയാം, നീ ഇവിടെ തൂക്കണ്ട, നിനക്ക് എപ്പോഴാണോ ഈ അസുഖം മാറുന്നത് അപ്പം നീ തൂത്താൽ മതി, അങ്ങനെ വൃത്തിയുള്ളിടത്ത് കിടക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദിനി ദേഷിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. വേറെ ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീകാര്യം ശ്രീനിവാസൻ ഇങ്ങനെ കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ വിക്രം അവിടേക്ക് വരുന്നു. അങ്ങനെ ശ്രീനിവാസനും സുധയും ചേർന്ന് വിക്രമിനെ ആഹാരം കഴിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. അങ്ങനെ വിക്രം കഴിക്കാനിരിക്കുന്ന സമയത്ത് ശ്രീനിവാസൻ പറയുകയാണ്, ഞാൻ നിന്നെ വിളിപ്പിച്ചത് നിനക്ക് എന്തെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ വേണ്ടിയാ. അപ്പോൾ വിക്രം പറയാം, എനിക്കോ സാറിനോട് എന്തെങ്കിലും ദേഷ്യം തോന്നാനോ? ഒരിക്കലുമില്ല. സാർ ആ കേസിൽ ഇടപെടരുതെന്ന് ഞാനും എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നതാ. മറ്റുള്ള കേസ് പോലല്ലല്ലോ പെണ്ണ് കേസ്, എതിർ പാർട്ടിക്കാരെ എന്തെങ്കിലും കിട്ടാനിരിക്കുമോ, അതുകൊണ്ട് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചത് സാർ ഇതിൽ ഇടപെടരുതെന്ന് തന്നെയാണ്. അപ്പോൾ ശ്രീനി സാറ് പറയുകയാണ്, അത് പിന്നെ നീ ഒരു പാർട്ടി പ്രവർത്തനമാകാൻ കൂടി പോവുമല്ലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മറ്റൊന്നിന് ഇടപെടാനെന്ന് പറയുമ്പോൾ സുധ പറയാം, അതിന് സാറിന് ഒരുപാട് സങ്കടമുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് വിക്രം പറയുകയാണ്, അതുകൂടി പറയാനായിട്ടാണ് ഞാൻ വന്നത്, എനിക്ക് ഈ പാർട്ടി സ്ഥാനം ഒന്നും വേണ്ട, എനിക്കതൊന്നും പറ്റില്ല. അപ്പോൾ ശ്രീനി സാർ പറയുകയാണ്, അത് പിന്നെ പാർട്ടിയുടെ തീരുമാനമല്ലേ. അപ്പോൾ വിക്രം, എനിക്ക് പാർട്ടി സാറാണ്, സാറിൻ്റെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് പാർട്ടി പ്രവർത്തനമോ വലിയ നിലയിൽ എത്തണമെന്നൊന്നും ആഗ്രഹമില്ല. എനിക്കിങ്ങനെ സാറിൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി. സാർ അതുകൊണ്ട് എനിക്ക് ഈ പാർട്ടിയിലൊന്നും നിൽക്കാൻ താല്പര്യമില്ലെന്ന് പാർട്ടിക്കാരോട് പറയണം. സാർ എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയുമെന്ന് ചോദിക്കുമ്പോൾ ശ്രീനി സാർ പറയുകയാണ്, ചുമ്മാ നിന്നെ ഒന്ന് കാണണം, അത്രയേ ഉള്ളൂ. അന്നേരം പെട്ടെന്ന് സുധ പറയേ, അതൊന്നും അല്ല കാര്യം, വേറെ എന്തോ ഉണ്ടെന്ന് വിക്രമിന് നന്നായിട്ട് അറിയാം. അപ്പോൾ വിക്രം, അതെ എന്തായാലും പറ, സാറിന് എന്താ പറയാനുള്ളതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് സുധ പറയാം, അത് ഞാൻ പറയാം, നിനക്കറിയാലോ നമ്മൾ പലിശയ്ക്ക് കാശ് കൊടുത്തിട്ടുള്ള കാര്യം. അവരൊന്നും ഇപ്പൊ കൃത്യമായിട്ട് പണമൊന്നും തരുന്നില്ല, പണം പിരിക്കാൻ നിർത്തിയേക്കുന്നവരെ കൊണ്ട് ഒരു ഗുണവുമില്ല. അപ്പോൾ വിക്രം പറയാണ്, ആ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇത് കേൾക്കുമ്പോൾ ശ്രീൻ സാർ പറയാം, അതൊന്നും വേണ്ട, അവന് ഇനി ജീവിതം ഉള്ളതല്ലേ, എന്തിനാ ഇങ്ങനത്തെ പണിക്കൊക്കെ ഇറങ്ങുന്നിരിക്കുന്നത്, അതൊന്നും വേണ്ട. അപ്പോൾ സുധ പറയുകയാണ്, അവൻ തന്നെ പറഞ്ഞില്ലേ അവന് പാർട്ടിയൊന്നും താല്പര്യമില്ലെന്ന്, അവൻ പൊക്കോട്ടെ. അപ്പോൾ പെട്ടെന്ന് ശ്രീനി സാറ്, എന്നാലും അവൻ്റെ ജീവിതം. സുധ പറയാം, അവന് താല്പര്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ അവൻ നിർബന്ധിക്കുന്നത്? ഇതെല്ലാം കേട്ടിട്ട് വിക്രം പറയുകയാണ്, അതെ സാർ, എനിക്ക് സാറിന്റെ കൂടെ തന്നെ നിന്നാൽ മതി, ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, പണം പിരിക്കാനൊക്കെ ഞാൻ പൊക്കോളാം. ഇത് കേൾക്കുമ്പോൾ സുധയ്ക്ക് സന്തോഷമാവുന്നു. സുധ, നീ ആഹാരം കഴിക്കുക എന്നിങ്ങനെ സന്തോഷത്തോടെ പറയുമ്പോൾ ശ്രീനി സാറാണെങ്കിൽ ഇടക്കണ്ണിട്ടിങ്ങനെ സുധയെ നോക്കുന്നുണ്ട്. സുധയും ശ്രീനി സാറിനെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് അമ്മ ആഹാരം കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് വിക്രം വരുന്ന കണ്ടിട്ട് പുറത്തേക്ക് വന്നിട്ട്, നീ എന്തായാലും വന്നല്ലോ, ആഹാരം തരാം, അപ്പോൾ അകത്തേക്ക് വാ. അപ്പോൾ വിക്രം പറയാം, വേണ്ട, ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളൂ, എനിക്കിന്ന് ആഹാരം വേണ്ട എന്ന് പറയുമ്പോൾ അമ്മ പറയാം, പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, അവൾക്ക് തീരെ വയ്യ, ഞാൻ നേരത്തെ കുഴമ്പിട്ട് കൊടുത്തതേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് നീ അവൾക്ക് കുഴമ്പിട്ട് കൊടുക്കണം. അപ്പോൾ വിക്രം പറയാം, അവളുടെ കാലിനല്ലേ കുഴപ്പമുള്ളൂ, കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവൾ തന്നെ അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ അമ്മ പറയാം, ഞാൻ പറയുന്നത് നീ അനുസരിച്ചില്ലല്ലോ. അപ്പോൾ വിക്രം, അനുസരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വിക്രം അകത്തേക്ക് ചെല്ലുമ്പോൾ വേദ നല്ല ഉറക്കമാണ്. വിക്രം റൂമിൽ ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേദയുടെ അരികിലേക്ക് ചെന്നിട്ട് വേദ ഇങ്ങനെ കിടക്കുന്നതൊക്കെ നോക്കിയിട്ട് പിന്നെ ഒരു പായൊക്കെ നൂത്തിട്ട് താഴെ കിടക്കുന്നു. വേദയാണെങ്കിൽ ഇടയ്ക്ക് വേദന കൊണ്ട് ഇങ്ങനെ കരയുന്നതൊക്കെ വിക്രം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു. വേദയ്ക്കാണെങ്കിൽ വേദന സഹിക്കാൻ വയ്യ. കുറച്ചു നേരം വേദയെ നോക്കിയിരുന്നിട്ട് വിക്രവും കിടന്നുറങ്ങുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് മാഷ് വിക്രം പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. മാഷ് ചോദിക്കുക, അവൻ വന്നല്ലേ, അവൻ പറഞ്ഞതെല്ലാം കേട്ടു, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല,
അവൻ അങ്ങനെ ചെയ്യും. അതുകൊണ്ടേ നാളെ തന്നെ ആ കുട്ടിക്ക് വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ ഇതൊക്കെ കേട്ട് അമ്മ ചോദിക്കുകയാണ്, മാഷ് തന്നെയാണോ പറയുന്നത്? അപ്പോൾ മാഷ് ചോദിക്കുക, അതെന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ കുട്ടിക്ക് ഒട്ടും വയ്യെങ്കിൽ എന്തായാലും ആശുപത്രി കൊണ്ടുപോകണം. പിന്നെ എനിക്ക് വയ്യാതെ കിടന്നപ്പോൾ ഞാനൊരു സ്റ്റിക്ക് യൂസ് ചെയ്തില്ലേ, അത് ആ കുട്ടിക്ക് എടുത്ത് കൊടുക്കണം. ആ കുട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അമ്മ പറയാണ്, എനിക്ക് സന്തോഷമായി മാഷേ. പിന്നെ അവൾക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, കാലിൽ നല്ല എണ്ണയിട്ട് തിരുമിയാൽ മതി. അപ്പോൾ മാഷ് പറയാം, എങ്കിൽ നീ തന്നെ ചെയ്തു കൊടുത്താൽ മതി. അവനാണെങ്കിൽ വേണമെങ്കിൽ ആ കാല് തല്ലി ഒടിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവുന്നു. അമ്മ മാഷ് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് രാവിലെ തന്നെ വേദ ഓയിൻമെൻ്റ് എടുത്തിട്ട് കാലിൽ ഇടാനായിട്ട് നോക്കുമ്പോൾ അത് എടുക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് വിക്രം അവിടേക്ക് വന്നിട്ട്, ആഹാ വേതാളം എഴുന്നേറ്റോ? വേതാളത്തിന് ഇന്നലെ ഉറക്കമില്ലായിരുന്നെന്ന് തോന്നുന്നല്ലോ. അപ്പോൾ വേദന കൊണ്ട് ഒരു തുള്ളി ഉറങ്ങിയില്ലെന്ന് പറയുമ്പോൾ വിക്രം പറയാം, ഇനി ഈ ജീവിതകാലം മുഴുവൻ അങ്ങനെ ആയിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ എടുത്ത് തരില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഓയിൻമെൻ്റ് എടുത്ത് ഒരു ഏറ് കൊടുക്കുന്നു. അത് ചെന്ന് താഴെ വീഴുമ്പോൾ വിക്രം പറയാം, അത് കൈ കൊണ്ട് പിടിക്കാൻ പോലും നിനക്ക് വയ്യടി. എന്നിട്ട് അതെടുത്ത് വേദയുടെ കൊടുക്കുന്നു. വേദ അതെടുത്ത് ഓയിൻമെൻറ്റ് ഇടാനായിട്ട് നോക്കുന്ന സമയത്ത് വിക്രമിൻ്റെ അടുത്ത് പറയാം, വിക്രം ഒരു ഹെൽപ്പ് ചെയ്യുമോ? ഇതിട്ട് എനിക്കൊന്ന് മസാജ് ചെയ്ത് തരുമോ? വിക്രം, എനിക്ക് സൗകര്യമില്ല എന്ന് പറയുമ്പോൾ വേദ പറയാം, നിങ്ങൾ തനി വെട്ടുപോത്ത് തന്നെ, നിങ്ങൾക്ക് ഒരു മനസാക്ഷിയില്ല. നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും കണിച്ചോര ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ കാണിക്കുമോ? അപ്പോൾ വിക്രം പറയാം, ഞാൻ നിന്നോട് എന്താടി ചെയ്തത് നീ ഇത്രയൊക്കെ പറയാൻ? അപ്പോൾ വേദ പറയാം, നിങ്ങളല്ലേ എന്നെ മറിച്ചിട്ടത്, നിങ്ങൾ തന്നെ എല്ലാത്തിനും കാരണക്കാരൻ, നിങ്ങൾക്കൊരു നന്ദിയില്ല. അപ്പോൾ വിക്രം പറയുകയാണ്, പിന്നെ ഞാനെന്തിനാണ് നിന്നോട് നന്ദി കാണിക്കേണ്ടത്? അപ്പോൾ വേദ പറയാം, നിങ്ങളെ 2-3 വട്ടം പോലീസ് സ്റ്റേഷനിൽ കിടന്നപ്പോൾ ഇറക്കിക്കൊണ്ടുവരാൻ ഞാനേ ഉള്ളായിരുന്നു, അത് ഓർക്കണം. ഇത് കേൾക്കുമ്പോൾ വിക്രം പറയുകയാണ്, അതിന് ഞാനല്ലല്ലോ കാരണക്കാരൻ. വേദ പറയാം, ആദ്യത്തെ വട്ടം നിങ്ങളെ ഇറക്കാൻ വന്നത് ഞാനല്ലേ? അപ്പോൾ വിക്രം പറയാം, അതിൻ്റെ അച്ഛൻ കാരണോ? രണ്ടാമത് ദർശനമായിട്ട് വന്നതെന്ന് വേദ പറയുമ്പോൾ വിക്രം പറയാം, അതിനും കാരണക്കാരൻ നിന്റെ വീട്ടുകാരൻ തന്നെ. അപ്പോൾ വേദ പറയാം, പിന്നെ ആ പെണ്ണിനെ കയറി പിടിച്ചപ്പോൾ വിക്രം ദേഷ്യത്തിൽ ഡി. അപ്പോൾ വേദ, അല്ല അന്ന് ഞാൻ തന്നെയല്ലേ ഇറക്കാൻ വന്നത്, എല്ലാം നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് സംഭവിച്ചത്. എന്നിട്ട് ഞാൻ എല്ലാത്തിനും നിങ്ങളെ സഹായിച്ചു, എന്നാൽ ഒരു കണ്ണു ചൊരയില്ലാതെ നിങ്ങളായി പെരുമാറുന്നത് നിങ്ങൾ എൻ്റെ ആണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇന്നലെ പിന്നെ അത് ഉറപ്പിച്ചു. അപ്പോൾ വിക്രം പറയാം, അത് വേണ്ട. അപ്പോൾ വേദ പറയാം, ഞാൻ ഇന്നലത്തോടെ അത് ഉറപ്പിച്ചു. വിക്രം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ വേദ പറയാം, അത് പിന്നെ എൻ്റെ ഭർത്താവ് രാവിലെ ഈ തറയിൽ ഈ തൊലിപ്പിച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന കാണുമ്പോഴേ ഒരു സുഖമുണ്ട്. അതൊക്കെ പോട്ടെ, നിങ്ങൾ മസാജ് ചെയ്ത് തരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറ്റില്ലെന്ന് പറയുമ്പോൾ വേദ പറയാം, നിങ്ങൾ ആ ശ്രീനിവാസനാണെങ്കിൽ ചെയ്തു കൊടുത്തേനല്ലേ, അയാളുടെ കാലിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായേനെ. നിങ്ങൾ അയാൾക്ക് ചെയ്യുന്നതിൻ്റെ 1001% എനിക്ക് വേണ്ടി ചെയ്തുകൂടെ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരു മനസാക്ഷിയില്ലാത്ത വെട്ടുപോത്താ നിങ്ങൾ. ഇതൊക്കെ പറയുമ്പോൾ വിക്രം പറയാം, ശരി ഇനി മേല നീ ആവശ്യമില്ലാത്തതെന്ന് പറയരുത്, എങ്കിൽ പിന്നെ ഞാൻ തന്നെ ചെയ്തു തരാം, ഇങ്ങനെ എടുക്ക്. അപ്പോൾ വേഗത്ത് ചോദിക്കുക, സത്യമായിട്ടും? അപ്പോൾ വിക്രം ആ ഓയിൻമെൻറ്റ് വാങ്ങിയിട്ട് വേദയുടെ കാലിൽ ഇങ്ങനെ പുരട്ടുമ്പോൾ വേദന കൊണ്ട് വേദ ഇങ്ങനെ കരയുമ്പോൾ വേദ പറയുകയാണ്, വെട്ടുപോത്തെ ദേഷ്യം കൊണ്ട് എൻ്റെ കാല് പിടിച്ച് ഒടിച്ചാലുണ്ടല്ലോ, പതുക്കെ തടവ്. അപ്പോൾ വിക്രം പറയും, ഞാൻ പതുക്കെയല്ലേ തടവിയത്. അപ്പോൾ വിക്രം ഇങ്ങനെ പതുക്കെ തടവി കൊടുക്കുന്നു. വേദ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്.